ചിക്കൻ വെച്ച് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറയെ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ഈ പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തണം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ അതേപോലെ ഒരു 2 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കരുത്. പകരം വെളിച്ചെണ്ണ തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പരുവാക്കി എടുക്കുക. അതിനുശേഷം നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുള്ള ചിക്കൻ്റെ ഇതുപോലത്തെ പീസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ 4 പീസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചിക്കൻ ആയിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ ചെറുത് 1 കിലോയ്ക്ക് താഴെയുള്ള ചിക്കൻ നോക്കി വാങ്ങണമെന്ന് പറഞ്ഞാണ്. പക്ഷേ കൊണ്ടുവന്നപ്പോൾ നല്ല വലുപ്പമുള്ള ചിക്കൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പീസിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിക്കൻ ഭയങ്കര ഹാർഡായിരിക്കും. നല്ല എന്താ പറയുക, ഭയങ്കര മൂത്ത ചിക്കൻ ഉണ്ടാവില്ല. അതിനേക്കാളും നല്ലത് നല്ല ഇളയ ചിക്കനാണ്. അധികം മൂപ്പില്ലാത്ത ചിക്കൻ വേണം നോക്കി വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു 800 ഗ്രാം 900 ഗ്രാമൊക്കെ വരുന്ന ചിക്കൻ കിട്ടും. അങ്ങനത്തെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് മസാല തേച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ മസാലയിൽ ഫ്രൈ ചെയ്താൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത്രമാത്രം മതി പൊടികൾ. ഇനി ഇത് നമുക്ക് ഒരു 1.5 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനാണെങ്കിലും നമ്മൾ ഒരുപാട് എണ്ണ എടുത്ത് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടാവും. അത്രയും എടുത്തുള്ളൂ. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സാധാരണ ഇത് ഫിഷ് വെച്ചിട്ടല്ലേ ചെയ്യില്ല. അപ്പം ഞാനൊന്ന് ചിക്കൻ വെച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാനിത് 2 പീസ് 2 പാനിലായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാനിൽ 2 പീസ് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് വേവാനായിട്ട് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നാലും ചിക്കൻ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഒരു എണ്ണയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. നല്ല ഒരു പൊരിച്ച പോലെ തന്നെ ഉണ്ടാവും, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ചിക്കൻ. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇനി ഈ വെള്ളം വറ്റി ചിക്കൻ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. കാലിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി കുക്കായിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും നന്നായിട്ട് ഇതേ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നിർവ്വാണം ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വാഴയില വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ചിക്കൻ പീസ് വെച്ച് കൊടുക്കുക. നല്ല വലിയ ചട്ടി എടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരണം. അത്രയും നേരം നമ്മളിനി ഇത് വേവിച്ചെടുക്കും. കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർത്തിട്ടുണ്ട്. 1-2 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറ്റി ആ ചിക്കനിൽ നന്നായിട്ട് തേങ്ങാപ്പാൽ പിടിക്കണം. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ എല്ലാ സൈഡും പിടിക്കുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്